ഇന്ന് ഇവിടെ ഈ മീറ്റിംഗ് നടക്കുമ്പോൾ സാഹചര്യം പ്രതികൂലമായിരുന്നിട്ടും സാഹചര്യങ്ങളെ അനുകൂലമാക്കി ഇന്ന് ഈ മീറ്റിങ്ങിൽ വന്നിരിക്കുന്ന നിങ്ങളേവരെയും കർത്താവ് സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഇന്നിവിടെ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ വന്നതുപോലെ മടങ്ങിപ്പോകുവാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യേകതയാണത്. കർത്താവിൻ്റെ അടുക്കൽ ആരെങ്കിലും വന്നിട്ടുണ്ട് എങ്കിൽ അവൻ ഒഴിഞ്ഞ ഹൃദയത്തോടെ വന്ന്, അല്ലെങ്കിൽ ഒഴിഞ്ഞവനായോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറവോ ബലഹീനതയോടെ വന്നൊരു വ്യക്തിയാണെങ്കിൽ കർത്താവിൻ്റെ അടുക്കൽ നിന്ന് അവൻ മടങ്ങിപ്പോകുന്നത് എത്ര ദുഃഖത്തോടുകൂടി വന്നവനും അവൻ മാൻപേടയെപ്പോലെ സന്തോഷത്തോടെ തുള്ളിച്ചാടിപ്പോകുവാൻ ഇടയായിത്തീരും. അങ്ങനെയെങ്കിൽ ഇന്നിവിടെ ആയിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും കർത്താവ് തൻ്റെ അസാധാരണമായ പ്രവൃത്തികളെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുമാറാകട്ടെ. ഇന്ന് ഈ മീറ്റിംഗ് ഇവിടെ നടക്കുമ്പോൾ നമ്മൾ സഭയായി ഇന്ന് ഈ മീറ്റിംഗ് ഒരു സദ്വർത്തമാനത്തെ നമ്മൾ ഈ പട്ടണത്തോട് വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സദ്വർത്തമാനം, ഒരു സന്തോഷ വാർത്ത ഈ പട്ടണത്തോട് വിളിച്ചു പറയുവാനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ആ സദ്വർത്തമാനം മറ്റൊന്നുമല്ല, ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവാകുന്നു നമ്മുടെ സന്തോഷം. ഒരാമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അതാകുന്നു സുവിശേഷം. സുവിശേഷം എന്നാൽ സദ്വർത്തമാനമാണ്. സുവിശേഷം ഏതു മനുഷ്യനെയും അവന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല വർത്തമാനമാണ് സുവിശേഷം എന്നുള്ളത്. ആ സുവിശേഷമാണ് നമ്മളിവിടെ പറയുവാനിടയായത്. തീമോഥെയോസിൻ്റെ 2 തീമോഥെയോസ് 2:8 ഇങ്ങനെ പറയുന്നു, ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട ഒരു യേശുവുണ്ട്, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് ലോകം കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നൊരു പദമുണ്ട്. ക്രിസ്ത്യാനികൾക്ക് വേണ്ടി യേശു എന്നൊരു വ്യക്തി മരിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് ലോകത്തോട് പറയുവാനുള്ളത്, കർത്താവായ യേശു ക്രിസ്തു ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രം മരിച്ചൊരു വ്യക്തിയല്ല. അവൻ സകല മാനവരാശിക്കും വേണ്ടി, സകല മാനവൻ്റെയോ പാപത്തെ വഹിച്ചുകൊണ്ട് അവൻ മരിച്ചു. അവിടെ വെച്ച് ലോകം ഫുൾ സ്റ്റോപ്പ് ഇടുമ്പോൾ നമുക്കിന്ന് സന്തോഷത്തോടു കൂടി പറയുവാൻ കഴിയോ, സകല മാനവരാശിയുടെയോ പാപത്തെ വഹിച്ചുകൊണ്ട് മരിച്ച യേശു അവൻ കല്ലറ കൊണ്ട് തീർന്നിട്ടില്ല. അവൻ കല്ലറകളെ ഭേദിച്ച് മരണപാശങ്ങളെ അടിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. അതാണ് നമുക്കിന്ന് പട്ടണത്തോട് പറയുവാനുള്ള സുവിശേഷം. യേശു കർത്താവ് മരണം കൊണ്ട് അവൻ്റെ ജീവിതം അവസാനിച്ചിട്ടില്ല. അവൻ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. ഓരോ ക്രിസ്ത്യാനികളുടെയും പ്രത്യാശ എന്താണ്? ഓരോ ദൈവമക്കളുടെയും പ്രത്യാശ എന്താണ്? കർത്താവായ യേശു ക്രിസ്തു മരിക്കുക മാത്രം, മരണം കൊണ്ട് അവൻ്റെ പുസ്തകം, അധ്യായം ഫുൾ സ്റ്റോപ്പ് ഇടുകയും അടയുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമുക്ക് വലിയ പ്രത്യാശയ്ക്ക് കാരണമില്ല. പക്ഷേ അവൻ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. മരണപാശങ്ങളെ അഴിച്ച് ദൈവം പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ആ കല്ലറയിൽ നിന്ന് ഉയർപ്പിക്കുവാനിടയായി. അതാകുന്നു നമ്മുടെ പ്രത്യാശ. ഒരാമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇന്നിവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്ക് എത്ര പേർക്കൊരു പ്രത്യാശയുണ്ട്? എനിക്കൊരു കർത്താവുണ്ട്. ഹല്ലേലൂയ. മരിച്ചൊരു ദൈവമല്ല, എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ്. എത്ര പേർക്ക് ധൈര്യത്തോടു കൂടി പറയുവാൻ കഴിയോ, എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ ഒരു കർത്താവ് ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കർത്താവ് ഇന്നും ജീവിക്കുന്നത് കൊണ്ട്, ആ കർത്താവായ യേശു ക്രിസ്തു എങ്ങനെയാണ് ഉയർത്തെഴുന്നേറ്റ്? നമുക്ക് സുവിശേഷത്തിൻ്റെ ബാക്കി ഭാഗങ്ങളെല്ലാം അറിയാം. നമ്മൾ ഒത്തിരി സുവിശേഷങ്ങൾ കേൾക്കുന്നവരാണ്. ഇവിടെ ഇരിക്കുന്നതിൽ ഭൂരിഭാഗം പേരും കർത്താവിനെ അറിഞ്ഞവരാണ്. അതുകൊണ്ട് നമുക്കറിയാം എങ്ങനെ, എന്തിന് യേശു ജനിച്ചു. യേശു ജനിച്ചതിനൊറ്റ കാരണമേ ഉള്ളൂ. ആ ഉൽപ്പത്തി പുസ്തകം ഇങ്ങനെ പറയുന്നു, ആദാമിൻ്റെ ലംഘനത്താൽ, അനുസരണക്കേടിനാൽ പാപം മാനവരാശിയുടെ മേൽ വരികയും ആ പാപം മരണത്തിന് കാരണമായി തീരുകയും, പാപം ശാപം, ശാപത്തിൻ്റെ ശമ്പളം മരണം. ഹല്ലേലൂയ. പാപത്തിൻ്റെ ശമ്പളം
മരണം. അങ്ങനെ സകലരും മരണത്തിൻ്റെ കീഴിൽ അടയ്ക്കപ്പെട്ടപ്പോൾ സകല മാനവരാശിയെയും രക്ഷിക്കുവാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തു സകലരുടെയും രക്ഷകനായി ഈ ഭൂമിയിൽ ജനിക്കുവാനിടയായി തീർന്നു. ജനിക്കുക മാത്രമല്ല, തന്നിൽ വിശ്വസിക്കുന്ന സകലരെയും രക്ഷിക്കേണ്ടതിന്, തന്നിൽ ക്രിസ്ത്യാനിയെ രക്ഷിക്കാൻ വേണ്ടിയല്ല, യേശു കർത്താവിൽ വിശ്വസിക്കുന്ന സകലരെയും രക്ഷിക്കുവാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുന്ന സകലരുടെയും, ഹല്ലേലൂയ, ബൈബിൾ പറയുന്ന സകലരുടെയും പാപത്തെ വഹിച്ചുവെന്ന എന്നാൽ നിങ്ങളോട് പറയാം, അവനിൽ വിശ്വസിക്കുന്നവരുടെ പാപം ഈ കർത്താവ് വഹിക്കുവാനിടയായിത്തീരും. ഇന്നിവിടെ ഏതെങ്കിലും അവസ്ഥയിൽ സാഹചര്യങ്ങൾ പ്രതീക്ഷ അസ്തമിച്ചാരെങ്കിലോ ഇന്ന് ഓൺലൈനായോ ഇവിടെ ഇരുന്നു കൊണ്ടോ ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അറിഞ്ഞുകൊള്ളുക, കർത്താവായ യേശു ക്രിസ്തുവിൽ ഒരുവൻ വിശ്വസിക്കുവാൻ തയ്യാറായാൽ അവൻ്റെ പാപത്തെയും ശാപത്തെയോ നീ വിശ്വസിക്കുന്ന ആ നിമിഷം ആ കർത്താവായ യേശു ക്രിസ്തു നിന്നിൽ നിന്ന് അവൻ അതെടുത്ത് വഹിക്കുവാനിടയായിത്തീരും. ഹല്ലേലൂയ. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സകല മാനവൻ്റെയോ പാപത്തെയും ശാപത്തെയും വഹിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ അവൻ യാഗമായി തീരുവാനിടയായി തീർന്നു. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു കാൽവരി യാഗമാകുക മാത്രമല്ല, അവൻ അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുവാൻ ഇടയായി. ഹല്ലേലൂയ. ഒരാമയും പറഞ്ഞാട്ടെ. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്നവർ ശക്തിയോടുകൂടി കർത്താവിന് ഹല്ലേലൂയ. എൻ്റെ ശബ്ദം കേൾക്കുന്ന പലരും ചിന്തയും, പാസ്റ്ററേ ഞങ്ങളിത് ഒത്തിരി കേൾക്കുന്നതാണ്, ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നാൽ ഇന്നൊരു വ്യത്യസ്തമായിട്ട് ആ ചിന്തകളെ നമുക്കൊരല്പം വ്യത്യാസമായി നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്ന നിലവാരത്തിൽ കർത്താവ് തന്ന ആലോചനയെ നിങ്ങളോട് കൈമാറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് ആ കല്ലറയിലോട്ട് കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിൽ എന്ത് ചെയ്തു? നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു, അവൻ അടക്കപ്പെട്ടു. ആ അടക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കല്ലറയിലോട്ട് നമുക്കൊന്ന് പോയി നോക്കാം. ഹല്ലേലൂയ. നമുക്ക് കല്ലറയിൽ ചെന്ന് യേശുവിനെ ഒന്ന് കാണുമ്പോൾ നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരം മുഴുവനും എന്ത് ചെയ്തിട്ടുണ്ട്? നുറുക്കപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാ? അവൻ്റെ അടിപ്പിണരുകളാൽ. ഹല്ലേലൂയ. പ്രവചന പുസ്തകം എങ്ങനെയാ പറയുന്നത്? ക്രിസ്തേശുവിൻ്റെ അടിപ്പിണരുകളാൽ എന്ത് വന്നിരിക്കുന്നു? സൗഖ്യം വന്നിരിക്കുന്നു. അപ്പോൾ നമ്മുടെ സൗഖ്യത്തിന് വേണ്ടി, ഇല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനെ സൗഖ്യമാക്കേണ്ടതിന് അവൻ സകല രോഗത്തെയോ അവൻ്റെ ശരീരത്തിൽ വഹിച്ചു. ആ രോഗത്തെ വഹിക്കേണ്ടതിന് അവൻ്റെ ശരീരത്തെ ഉഴവുചാൽ പോലെ കീറിമുറിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ നമുക്ക് കല്ലറയിൽ നോക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്തിരിക്കുന്നു? മരിച്ചിരിക്കുന്നു. അടുത്ത് അവൻ്റെ ശരീരം എന്ത് ചെയ്തിരിക്കുന്നു? തകർക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ തകർക്കപ്പെട്ട് മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, അവരുടെ രോഗ സൗഖ്യത്തിന് വേണ്ടി തൻ്റെ ശരീരത്തെ ഗബതയിൽ തകർക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്ത് അവസാനം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവൻ തന്നെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. യേശു എന്തിനാ ഏൽപ്പിച്ചു കൊടുത്തു? തന്നെ എന്തിനാ ഏൽപ്പിച്ചു കൊടുത്തേ? മരണത്തിനായി ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ജനിച്ചതും ജീവിച്ചതും മരിച്ചതും അടക്കപ്പെട്ടതും തൻ്റെ ഇഷ്ടപ്രകാരമായിരുന്നില്ല. കർത്താവായ യേശു ക്രിസ്തു ജനിച്ചത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. അവൻ ജീവിച്ചത്, മരിച്ചത്, അടക്കപ്പെട്ടത് അത് ദൈവത്തിൻ്റെ ഇഷ്ടമാകയാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതം മരണം കൊണ്ട് തീർന്നില്ല. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ തനിക്ക് ചെയ്യാവുന്ന അവസാനത്തെ ശുശ്രൂഷ പിതാവിൻ്റെ ഇഷ്ടപ്രകാരം തന്നെ മരണത്തിനായി ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ദൈവ ഇഷ്ടപ്രകാരം താൻ തൻ്റെ പ്രാണനെ കാൽവരിയിൽ വച്ചു കൊടുത്തത് കൊണ്ട് തൻ്റെ പ്രവൃത്തി അവിടം കൊണ്ട് തീർന്നെങ്കിൽ, തിരുവചനം പഠിക്കുമ്പോൾ നമുക്കറിയാം ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടം കൊണ്ട് തീർന്നിട്ടില്ല. ഒരുവൻ കർത്താവായ യേശു ക്രിസ്തുവിൽ അല്ലെങ്കിൽ പിതാവായ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവ ഇഷ്ടത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഒരുവൻ തന്നെ താൻ താഴ്ത്തി വിധേയപ്പെട്ട് കഴിഞ്ഞാൽ, പ്രിയരെ, അഴിഞ്ഞുകൊള്ളുക. ദൈവ ഇഷ്ടത്തിന് വേണ്ടി
നീ നിന്നെ സമർപ്പിക്കുക മാത്രം ചെയ്തു കഴിഞ്ഞാൽ അതുവരെ നിന്റെ ഉത്തരവാദിത്വമുള്ളൂ, നിന്റെ ജോലിയുള്ളൂ. എന്നാൽ അത് കഴിഞ്ഞാൽ പിന്നെ നിന്റെ ജീവിതത്തിൽ തുടർന്ന് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് പിന്നെ ദൈവമാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം, പിതാവിൻ്റെ ഇഷ്ടപ്രകാരം കാൽവരി ക്രൂശോളം അനുസരണമുള്ളവനായി താൻ എന്ത് ചെയ്തു? തൻ്റെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തു. അത് നിമിത്തം കല്ലറ കൊണ്ട് എല്ലാവരും പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തു വളരെ പ്രസംഗിച്ചു, വളരെ അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു, വീര്യപ്രവൃത്തികൾ ചെയ്തു. പക്ഷേ അവനിതാ കല്ലറ കൊണ്ട് അസ്തമിച്ചു എന്ന് പലരും പറയുകയോ ഈ കാലഘട്ടത്തിലും പലരും അങ്ങനെ പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകവും ചരിത്രവും ഒരുപോലെ രേഖപ്പെടുത്തി കർത്താവായ യേശു ക്രിസ്തു പിതാവിൻ്റെ ഇഷ്ടപ്രകാരം കാൽവരിയിൽ തന്നെ ഏൽപ്പിച്ചു കൊടുത്തതിന് ശേഷം ഒരു പുത്രൻ അപ്പന്റെ ഇഷ്ടത്തിന് വിധേയപ്പെടുത്തി ഇവൻ എവിടെ തന്നെ സമർപ്പിച്ചോ അവിടെ മുതൽ സ്വർഗം പ്രവൃത്തി ആരംഭിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. അവിടെ എന്താ സംഭവിച്ചത്? ബൈബിൾ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ മരണപാശങ്ങളെ അഴിച്ച് അവിടെ നിന്ന് ഉയർപ്പിക്കുവാൻ ഉയരത്തിൽ നിന്നൊരു ശക്തി ഇറങ്ങി വന്നു. അതാകുന്നു പുനരുത്ഥാനത്തിൻ്റെ ശക്തി. ആ പുനരുത്ഥാനത്തിൻ്റെ ശക്തി എവിടെ ഇറങ്ങി വന്നു? കല്ലറയിൽ ഇറങ്ങി വരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അക്കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ. എവിടെ ഇറങ്ങി വരുവാൻ ഇടയായി തീർന്നു? കല്ലറയിൽ ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തി ഇറങ്ങി വരുവാനിടയായി തീർന്നു. ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തി കല്ലറയിൽ ഇറങ്ങി വന്നപ്പോൾ അവിടെ എന്തെല്ലാം സംഭവിച്ചു? അതാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ പോകുന്നത്. ആ കല്ലറയിൽ ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തി ഇറങ്ങി വന്നപ്പോൾ ഒന്ന്, കർത്താവായ യേശു ക്രിസ്തുവിനെ കെട്ടിവച്ചിരുന്ന മരണപാശങ്ങൾ അഴിഞ്ഞു. ഒന്നാമതായി എന്ത് സംഭവിച്ചു? മരണപാശങ്ങൾ അഴിഞ്ഞു. രണ്ട്, അവൻ്റെ ശരീരത്തിൽ എന്ത് വ്യാപരിച്ചു? സൗഖ്യം വ്യാപരിച്ചു. കർത്താവായ യേശു ക്രിസ്തു തിരുവചനം പഠിക്കുമ്പോൾ നമുക്കറിയാം, ഗബദയിൽ ഒന്നുകുറയെ 40 അടികൾ ഏറ്റു. തൻ്റെ വിലാപ്പുറം ഉഴവ് ചാലുപോലെ കീറിമുറിയപ്പെട്ടു. അതുകൊണ്ട് ബൈബിൾ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു, അവൻ രോഗം ശീലിച്ചവരെ പോലെ ആയിത്തീർന്നു. ഹല്ലേലൂയ. അത്രത്തോളം പീഡ സഹിച്ചിട്ട് അവൻ എതിർത്തൊന്നും പറയാതെ പിതാവിൻ്റെ ഇഷ്ടപ്രകാരം അവൻ മൗനമായിരിക്കുവാനിടയായി തീർന്നു. അങ്ങനെ ഇരുന്നത് കൊണ്ട് കാൽവരിയിൽ ഹല്ലേലൂയ കല്ലറയിൽ ഇറങ്ങി വന്ന പുനരുത്ഥാനത്തിൻ്റെ ശക്തി അവൻ അനുസരണത്തോടെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തു എങ്കിൽ ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തി അവൻ്റെ മേൽ ഇറങ്ങി വന്നപ്പോൾ ഒന്ന്, അവൻ്റെ മരണപാശങ്ങളെ അഴിച്ച് അവൻ്റെ മേൽ ജീവൻ വ്യാപരിക്കുവാനിടയായി തീർന്നു. രണ്ട്, അവൻ്റെ മേൽ സൗഖ്യം വെളിപ്പെടുവാനിടയായി. മൂന്ന്, ഹല്ലേലൂയ, അവൻ്റെ മേൽ കെട്ടിയിരുന്ന റൂമാലുകൾ സ്വതവേ അഴിയുവാനിടയായി തീർന്നു. നാല്, അവന് മുന്നോട്ട് പോകുവാൻ കഴിയാതെ വണ്ണോ തടസ്സമായി ആ വാതിൽക്കൽ ഉരുട്ടി വച്ചിരുന്ന ആ ഡോറ്, മുന്നോട്ടുള്ള വഴിയടച്ചുകൊണ്ട് ശത്രുക്കൾ ഉരുട്ടിവെച്ച ആ വാതിലുകൾ അവൻ്റെ മുമ്പിൽ സ്വതവേ തുറക്കുവാനിടയായി തീർന്നില്ല. ഇതാ അഞ്ചാമതായി അവിടെ സംഭവിച്ചു. ഇതാ അവന് എതിരായി അന്നുവരെ പ്രവർത്തിച്ച സകല അധികാരങ്ങളെയും തകർത്തുകൊണ്ട്, സകല അധികാര ശക്തികളെയും തകർത്തുകൊണ്ട് അവൻ അതിനു മുകളിൽ കയറി സകലർക്കും അധികാരിയായി, സകലരുടെ മേലും അധികാരമുള്ളവനായി ഈ കർത്താവ് മാറുവാനിടയായി. എന്താ കാരണം? ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തി അവൻ്റെ മേൽ വ്യാപരിച്ചതുകൊണ്ട്. രാമൻ പറഞ്ഞാട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയാണ് ഹല്ലേലൂയ കർത്താവ് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. രാമൻ പറഞ്ഞാട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാണ് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് എന്ത് ചെയ്തിരിക്കുന്നത്?
വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ ആ കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഒരല്പസമയം നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കുക. സാഹചര്യം എത്ര പ്രതികൂലമായി ഓടിയാലും ഹല്ലേലൂയ, അവിടെ അനുകൂലമായി പ്രവർത്തിക്കുന്ന സ്വർഗത്തിൻ്റെ കരം നമ്മോട് കൂടെയുണ്ട്. രാമൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇത്രയും ബന്ധപ്പെട്ട് നിങ്ങൾ ഇതിനകത്തിരിക്കുമ്പോൾ ഹല്ലേലൂയ, ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തി, ആ മഹത്വം, ആ മഹിമ ഇന്നത് നിങ്ങൾ അനുഭവിക്കണം. ക്രിസ്ത്യാനിയായിട്ട് എങ്ങനെയെങ്കിലും ജീവിച്ച് എങ്ങനെയെങ്കിലും കാലം പോക്കുവാനല്ല, പുനരുത്ഥാനത്തിൻ്റെ ശക്തി പ്രാപിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ വെളിപ്പെട്ട സകല അനുഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിലും വെളിപ്പെടണം. ഹല്ലേലൂയ. ഇവിടെ ഇതാ കർത്താവായ യേശു ക്രിസ്തു മരിച്ചപ്പോൾ അവൻ കല്ലറയിൽ അടക്കപ്പെടുന്ന സമയത്ത് അവൻ്റെ മേൽ ഇറങ്ങി വന്ന ഒരു ശക്തിയുണ്ട്. അതാകുന്നു പുനരുത്ഥാനത്തിൻ്റെ ശക്തി. രാമൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് തിരുവചനം പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവാണ് എവിടെ ഇരിക്കുന്നത് ഇപ്പോൾ? ഹല്ലേലൂയ. നമ്മുടെ അകത്ത് പകർന്നിരിക്കുന്നത്. നമ്മുടെ അകത്ത് എപ്പോഴാണ് ഈ പുനരുത്ഥാനത്തിൻ്റെ ആത്മാവിനെ സ്വർഗം പകർന്നത്? ഇന്നെവിടെയെങ്കിലും ഈ പുനരുത്ഥാനത്തിൻ്റെ ആത്മാവിനെ ആർക്കെങ്കിലും പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ പുനരുത്ഥാനത്തിൻ്റെ ആത്മാവ് വന്നിട്ടും ഈ സ്വാതന്ത്ര്യങ്ങൾ അനുഭവിക്കുവാൻ കഴിയാതെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ഈ സന്ദേശം വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ഇന്ന് കേൾക്കണോ. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാൽ വെളിപ്പെടുന്ന സകല അനുഗ്രഹങ്ങളോ ഈ രാത്രികാലോ നിങ്ങൾ പ്രാപിക്കുവാനിടയായി തീരണം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മേൽ ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തി ഇറങ്ങി വന്നപ്പോൾ എന്താ സംഭവിച്ചത്? അവൻ്റെ മേൽ നമ്മൾ പറഞ്ഞു 4-5 കാര്യം നമ്മൾ പറഞ്ഞു. ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മേൽ എപ്പോഴാണ് ഇറങ്ങി വന്നത്? ഹല്ലേലൂയ. ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മേൽ എപ്പോഴാണ് ഇറങ്ങി വന്നത്? വെറുതെ കർത്താവ് ഇരുന്നപ്പോഴാണ്? അതോ ഹല്ലേലൂയ, ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തി കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മേൽ ഇറങ്ങി വരുന്നതിന് മുമ്പേ അവിടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ മേൽ ചെയ്ത ഒരു ശുശ്രൂഷയുണ്ട്, ഒരു പ്രവൃത്തിയുണ്ട്. തന്നെ എന്തിനേൽപ്പിച്ചു കൊടുത്തു? എന്തിനാ ഏൽപ്പിച്ചു കൊടുത്തത്? മരണത്തിന്. ഹല്ലേലൂയ. മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. ഇന്ന് ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തി എൻ്റെ മേൽ വരണം, എൻ്റെ മേൽ അത് ആക്റ്റീവ് ആകണം എന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ബൈബിൾ പറയുന്നു, ഹല്ലേലൂയ, ആദ്യം എന്ത് ചെയ്യണം? നിങ്ങളെ ജഡമനുഷ്യൻ, പഴയ മനുഷ്യൻ എന്ത് ചെയ്യണം? മരിക്കണം. ഹല്ലേലൂയ. നമ്മളെ പഴയ മനുഷ്യൻ മരിക്കാത്തിടത്തോളം കാലം ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തി എന്ത് ചെയ്യത്തില്ല? നമ്മുടെ മേൽ വരത്തില്ല. ഹല്ലേലൂയ. നമ്മൾ മരിക്കപ്പെട്ടാൽ മാത്രമേ കർത്താവായ യേശു ക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം എപ്പോൾ തന്നെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തോ ആ നിമിഷം ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തി അവൻ്റെ മേൽ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മേൽ ഇറങ്ങി വരുവാൻ ഇടയായതുപോലെ ഇന്ന് ഈ ഇരിക്കുന്ന സുവിശേഷം കേൾക്കുന്ന ആരെങ്കിലും തൻ്റെ ജീവിതത്തെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മേൽ ഒന്ന് സമർപ്പിച്ചേൽപ്പിച്ചു കൊടുത്താൽ, കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി തൻ്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ, സമർപ്പിക്കുവാൻ ഒരുവൻ തയ്യാറാകുന്നു എങ്കിൽ, എൻ്റെ ജീവിതത്തിൽ നിന്ന് വരെ വെളിപ്പെട്ട പാപം എനിക്ക് വേണ്ട, ഇനി എന്നെ പാപം കർത്തൃത്വം നടത്തണ്ട, എൻ്റെ പഴയ മനുഷ്യൻ മരിക്കണം, എനിക്കൊരു പുതിയൊരു മനുഷ്യനായി തീരണം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, പ്രിയരെ, ഈ പിതാവായ ദൈവത്തിൻ്റെ പ്രത്യേകത, അവൻ്റെ ആത്മാവ് ഹല്ലേലൂയ നിങ്ങളെ ഇന്ന് തൊടുവാനിടയായി തീർന്നാൽ, നിങ്ങളെ പഴയ മനുഷ്യൻ നിങ്ങൾ ഈ സമർപ്പിക്കുമ്പോൾ തന്നെ മരിക്കുവാനിടയായിത്തീരും. ഈ പഴയ മനുഷ്യൻ മരിച്ചാൽ മാത്രമേ
പുനരുത്ഥാനത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ ഇറങ്ങി വരികയുള്ളൂ. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ ഇറങ്ങി വരണമെങ്കിൽ ഒന്നാമതായി ചെയ്യേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം? മരണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. എന്നാൽ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക മാത്രമല്ല, ബൈബിൾ പഠിക്കുമ്പോൾ നമുക്കറിയാം ആ പഴയ മനുഷ്യനെ എന്ത് ചെയ്യണം? കുഴിച്ചിടണം. ഹല്ലേലൂയ. എന്ത് ചെയ്യണം? കർത്താവായ യേശു ക്രിസ്തു മരിച്ചു, അതിനുശേഷം അവനെ കല്ലറയിൽ അടക്കം ചെയ്തതുപോലെ നമ്മുടെ പഴയ മനുഷ്യനെ കുഴിച്ചിടുമ്പോൾ അടുത്തതായി സംഭവിക്കുന്നു, ഉയരത്തിൽ നിന്നൊരു ശക്തി നമ്മുടെ മേൽ ഇറങ്ങി വരുവാനിടയായിത്തീരും. ഹല്ലേലൂയ. ഉയരത്തിൽ നിന്ന് നമ്മുടെ മേൽ ഇറങ്ങി വരുന്ന ശക്തിയുടെ പേരെന്താ? പുനരുത്ഥാനത്തിൻ്റെ ശക്തി. ഒരാമയും പറഞ്ഞാട്ടെ. ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ ഇറങ്ങി വന്നാൽ സംഭവിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ഇറങ്ങി വന്നപ്പോൾ അവിടെ എന്താണോ വെളിപ്പെട്ടത് അതുപോലെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായിത്തീരും. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മേൽ ഇറങ്ങി വന്നപ്പോൾ ഒന്ന് മരണവാസങ്ങളെ അഴിച്ചു. അങ്ങനെയെങ്കിൽ ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തി ഇന്ന് നിങ്ങളുടെ മേൽ ഇറങ്ങി വന്നാൽ, ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തി നിങ്ങളോട് വെല്ലുവിളിക്കുന്ന ആ മരണത്തിൻ്റെ പാശങ്ങളെ ഇന്ന് ഈ രാത്രികാലം ഇവിടെ വച്ച് നിങ്ങളോട് പോരാടുന്ന, വെല്ലുവിളിക്കുന്ന സകല മരണപാശങ്ങളും അഴിയുവാനിടയായിത്തീരും. ഈ ഓൺലൈനായി ഈ ശബ്ദപരിധിയിൽ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ വിശ്വസിച്ചു കൊള്ളുക. യേശുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തി ഇന്ന് നിന്റെ മേൽ ഇറങ്ങി വന്നാൽ നിന്നെ മരണത്തിന് വേണ്ടി കൊല്ലുവാൻ വെല്ലുവിളിക്കുന്ന സകല മരണപാശങ്ങളും ഇന്ന് ഇപ്പോൾ നിന്റെ മേൽ നിന്ന് അത് വിട്ടുമാറുവാനിടയായിത്തീരും. ഹല്ലേലൂയ. അതിന് നിന്റെ ജീവിതത്തിൽ മരണം മാത്രം ഇനി അവസാനം എന്ന് കരുതി ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ അറിഞ്ഞുകൊള്ളുക, ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തി നിന്നെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത് അവസാനിപ്പിക്കുന്നതല്ല, അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് നിന്റെ അവസാനം കാണുവാൻ കൊതിച്ചിരിക്കുന്നവരുടെ മധ്യേ ഒരു പുനരുത്ഥാനത്തോടുകൂടെ നിന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ച് നിർത്തിക്കൊണ്ട്, ഹല്ലേലൂയ, അതേ പട്ടണത്തിൽ ആരെല്ലാം നീ തീർന്നു എന്ന്, ആരെല്ലാം നിന്റെ ജീവിതം തകർന്നു പോയി എന്ന് ആരൊക്കെ പറഞ്ഞോ അവരുടെ മധ്യേ നിന്നെ ഒരു മഹത്വമാക്കി, നിന്നെ ഒരു അനുഗ്രഹമാക്കി, അനേകർക്കൊരു വിടുതലാക്കി മാറ്റുവാൻ ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തിക്ക് കഴിയും. ഹല്ലേലൂയ. ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തി ഈ വിശ്വസിക്കുന്ന ആളുടെ മേലും ഇറങ്ങി വന്നാൽ ഒന്ന് മരണപാശങ്ങൾ അഴിയുവാനിടയായിത്തീരും. എന്താ മരണപാശം? ഒന്ന്, ഹല്ലേലൂയ, നിത്യമായ മരണത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാനിടയായിത്തീരും. രണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം ഏതെങ്കിലും അവസ്ഥകൾ, ബിസിനസ് ആകട്ടെ, ഉപജീവന മാർഗത്തിൻ്റെ ഏതെങ്കിലും തലങ്ങളാകട്ടെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ മൂവ് ചെയ്യുവാൻ കഴിയാതെ വണ്ണം എവിടെയെങ്കിലും ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് ആ ചലിക്കുവാൻ കഴിയാതെ വണ്ണം ഒരു ഡെത്തായിരിക്കുന്ന അവസ്ഥയിൽ ഈ ശബ്ദം ആരെങ്കിലും കേൾക്കുന്നുവെങ്കിൽ അറിഞ്ഞുകൊള്ളുക, ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തി നിന്റെ എല്ലാ ഏരിയയിലോ അത് വ്യാപരിക്കുകയോ, ഡെത്തായിരിക്കുന്ന സകല ഏരിയയിലോ അത് ജീവൻ കൊണ്ടുവരുവാനിടയായിത്തീരും. അതുകൊണ്ട് ആ തിരുവചനം ഇങ്ങനെ പറയുന്നത്, കള്ളൻ വരുന്നത് അറുക്കുവാനും മുടിക്കുവാനും മോഷ്ടിക്കുവാനും അവസാനം എന്ത് ചെയ്യും? കൊല്ലും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിശാച് ഒരുവൻ്റെ ജീവിതത്തിൽ വന്നാൽ എന്ത് ചെയ്യും? അറുക്കും. എന്താ അറുക്കുന്നത്? പിശാച് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ഒരു കുടുംബത്തിൽ കയറി വന്നിട്ടുണ്ടോ, അവൻ അതിനകത്തൊരു ഓഫീസ് തുറന്നിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ ഒരു പാസ്റ്ററെ തേടി പോകണ്ട, നിങ്ങൾ സ്വയം ഒന്ന് ചില കാര്യങ്ങൾ ചിന്തിച്ചാൽ മതി. നല്ല സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കുടുംബത്തിനകത്ത്, ജീവിതത്തിനകത്ത്, അല്ലെങ്കിൽ ആ ബന്ധങ്ങൾക്കകത്ത് ബന്ധങ്ങൾ എവിടെയെങ്കിലും മുറിയപ്പെടുന്നുണ്ട് എങ്കിൽ അറിഞ്ഞുകൊള്ളുക, നീ അറിയാതെ എവിടെയോ നിന്റെ കുടുംബത്തിനകത്ത് ശത്രു കയറിയിട്ടുണ്ട്. ഹല്ലേലൂയ. അവൻ എന്ത് ചെയ്യും? മുടിക്കോ, നിന്റെ സമ്പത്ത് എന്ത് ചെയ്യും?
മുടിച്ചു കളയും. ഹല്ലേലൂയ. എത്ര കൂട്ടിയിട്ടും കൂടി വരാതെ വണ്ണം സാമ്പത്തികമായി ഒരു ഉയർച്ച പ്രാപിക്കാതെ എവിടെയെങ്കിലും വീണ്ടും വീണ്ടും തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അറിഞ്ഞുകൊള്ളുക, ഇത് ദൈവത്തിൽ നിന്നല്ല, ഇത് പിശാചിൽ നിന്നത്രേ. മൂന്നാമതെന്താ പറയുന്നത്? അവൻ മോഷ്ടിക്കോ. മൂന്നാമതെന്താ? എന്തൊക്കെ ഉണ്ടായിട്ടും ഒരു മനസ്സമാധാനം അനുഭവിക്കുവാൻ കഴിയാതെ വണ്ണം നീ വളരെ മാനസികമായി തകർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അറിഞ്ഞുകൊള്ളുക, എവിടെയോ ശത്രു നിന്റെ ജീവിതത്തെ തകർക്കുവാൻ ലക്ഷ്യമിട്ടുകൊണ്ട് കയറി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്, പിശാച് വന്നിട്ട് ഇങ്ങനെയെല്ലാം നിന്നെ തകർക്കുവാൻ ശ്രമിക്കുന്ന സ്ഥാനത്ത് നീ എന്നെ വിശ്വസിച്ച് ഇതാ ഞാൻ വാതിൽക്കൽ വന്നു മുട്ടുന്നു, എൻ്റെ ശബ്ദം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്ന് എന്നെ ഒന്ന് കൈക്കൊണ്ടാൽ, കർത്താവായ യേശു ക്രിസ്തുവിൽ ഒന്ന് വിശ്വസിക്കുവാൻ തയ്യാറായാൽ, ഈ പുനരുദ്ധാനത്തിന്റെ ശക്തി നിന്റെ അകത്തേക്ക് ഇറങ്ങി വരുവാനോ, മരണത്തോട് മല്ലടിക്കുന്ന നിന്റെ മരണവാസങ്ങളെ അഴിച്ച് നിന്റെ മേൽ ഈ ജീവൻ യേശു കർത്താവ് സമൃദ്ധിയായി നൽകുവാനിടയായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷമുള്ള ദൈവമക്കൾ അക്കരങ്ങൾ ചേർത്തെടുത്ത് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഈ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെ നമ്മൾ വ്യാപരിച്ചാൽ, ഒന്ന്, മരണവാസങ്ങൾ അഴിയും, ജീവൻ വ്യാപരിക്കുവാനിടയായിത്തീരും. രണ്ട്, നിങ്ങളുടെ മേൽ ചലിക്കുവാൻ കഴിയാതെ വണ്ണം കിടക്കുന്ന ഏതെങ്കിലും ബന്ധനങ്ങളുണ്ട് എങ്കിൽ ഈ പുനരുദ്ധാനത്തിൻ്റെ ശക്തി നിന്റെ മേൽ ഇറങ്ങി വന്നാൽ, നിന്റെ മേൽ ശത്രു കെട്ടിയിരിക്കുന്ന സകല അമിക്കയറുകളോ അത് അഴിഞ്ഞു പോകുവാനിടയായിത്തീരും. യെശയ്യാ പ്രവചന പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 27-ാം അധ്യായം ഇങ്ങനെ പറയുന്നു, അന്നാളിൽ ഹല്ലേലൂയ നിന്റെ മേൽ കിടക്കുന്ന നുകം അവൻ എന്ത് ചെയ്യും? എടുത്തു മാറ്റോ. അമിക്കയറുകൾ എന്ത് ചെയ്യും? അഴിച്ചു കളയും. ഹല്ലേലൂയ. അഴിക്കുക മാത്രമല്ല, നിന്നെ അവൻ സ്വതന്ത്രമാക്കുവാനിടയായിത്തീരും. ഒരാമയും പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. രണ്ട്, ഈ പുനരുദ്ധാനത്തിൻ്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത്, നമ്മുടെ മേൽ ചലിക്കുവാൻ കഴിയാതെ വണ്ണം ശത്രു കെട്ടിയിരിക്കുന്ന സകല ബന്ധനങ്ങളോ അഴിയുവാനിടയായിത്തീരും. അതുകൊണ്ടാണ് പറയുന്നത്, ക്രിസ്തുവിലായാൽ ഇനി നിനക്ക് ബന്ധനമില്ല. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ നീ എങ്ങനെ ബന്ധനസ്ഥനായിരുന്നാലോ, പിശാചിനാൽ പിടിക്കപ്പെട്ടിരുന്ന നിന്റെ ജീവിതത്തിൽ പിശാച് നിന്നെ ചലിക്കുവാൻ കഴിയാതെ വണ്ണം എങ്ങനെയെല്ലാം കെട്ടി തകർക്കുവാൻ പദ്ധതി ഒരുക്കിയിട്ടുണ്ടെങ്കിലോ, കർത്താവായ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിച്ച് കഴിഞ്ഞാൽ ആ നിമിഷം നിന്റെ മേൽ ശത്രു കെട്ടിയ സകല ബന്ധനങ്ങളോ ആ നിമിഷം അത് അഴിയുവാനിടയായി തീരും. ഹല്ലേലൂയ. അതല്ലേ നമ്മൾ കാൽവരി ആ കല്ലറയിൽ കാണുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിനെ അവർ റൂമാലുകൾ കൊണ്ട് കെട്ടി. ഹല്ലേലൂയ. എന്നാൽ പുനരുത്ഥാനത്തിൻ്റെ ശക്തി വന്നപ്പോൾ ആ കെട്ടുകളെല്ലാം അഴിയുവാനിടയായി തീർന്നു. ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തി നിന്റെ മേൽ വന്നാൽ സകല ബന്ധനങ്ങളും അഴിഞ്ഞ് നിങ്ങൾ സ്വതന്ത്രരാകും. എന്തുകൊണ്ടാണ് ഇത്ര ധൈര്യത്തോടു കൂടി പറയുന്നത്? അതുകൊണ്ട് തിരുവചനം ഇങ്ങനെ പറയുന്നു, പുത്രൻ സ്വതന്ത്രരാക്കിയാൽ, പുത്രനൊരുവനെ സ്വതന്ത്രനാക്കിയാൽ, ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തി, ഈ പുത്രത്വത്തിൻ്റെ ശക്തി ഒരുവന്റെ മേൽ ഇറങ്ങി വന്ന് അവൻ സ്വതന്ത്രമായാൽ, ബൈബിൾ ഇങ്ങനെ പറയുന്നു, അവർ സാക്ഷാൽ സ്വതന്ത്രരായിരിക്കും. ഹല്ലേലൂയ. അങ്ങനെ പുത്രനൊരുവനെ സ്വതന്ത്രനാക്കിയാൽ പിന്നെ അവനെ ബന്ധിക്കുവാൻ ഈ ലോകത്തിലെ ഒന്നിനും കഴിയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും ജീവിക്കാമെന്നല്ല. ഹല്ലേലൂയ. ശത്രുവിനെ നമ്മളെ ബന്ധിക്കുവാൻ കഴിയാതുള്ളൂ. പക്ഷേ ഹല്ലേലൂയ, നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നമ്മളെ ബന്ധിക്കാം. ബൈബിളിൽ ഒത്തിരി തെളിവുകളുണ്ട്. രാമൻ പറഞ്ഞാട്ടെ. അതിപ്പോഴത്തെ വിഷയമല്ലാത്തത് കൊണ്ട് ആ ഭോഗം തൊടുന്നില്ല. ഹല്ലേലൂയ. ഒരു ആഭിചാരകനോ ഒരു മന്ത്രവാദിക്കോ ഈ ലോകത്തിലെ ഒരു വ്യക്തിക്കും നിന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വതന്ത്രമാക്കിയാൽ നിന്നെ ബന്ധിക്കുവാൻ കഴിയത്തില്ല. നിന്നെ പിന്നെ ബന്ധിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, അത് നീ മാത്രമാണ്.
ഹല്ലേലൂയ. അതുകൊണ്ട് നാം നമ്മെ തന്നെ എന്ത് ചെയ്യരുത്? ബന്ധിക്കുവാൻ ഇടയാക്കാതെ തിരുവചനം കർത്താവായ യേശു ക്രിസ്തു നമ്മോട് പറയുന്നത് പോലെ സകലത്തിലും കീഴ്പ്പെട്ട് മരണത്തോളം അവസാനത്തോളം അനുസരണമുള്ളവരായിരുന്നാൽ, അങ്ങനെ കർത്താവിൻ്റെ വചനപ്രകാരം അനുസരണത്തോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയെയും കെട്ടുവാൻ ഈ ഉലകത്തിലെ ഒരു ശക്തിക്കും കഴിയുകയില്ല. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇതൊക്കെ പറയുമ്പോൾ പലർക്കും വിശ്വസിക്കുവാൻ ഇത്തിരി പാടാ. ഇന്നും ബന്ധനവും പോരാട്ടവും വിശ്വസിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ. എങ്കിലും ബന്ധനവും പോരാട്ടവും പറഞ്ഞാലേ അവർക്കൊരു സന്തോഷമുള്ളൂ. 5 ബന്ധനവും 2 പോരാട്ടവും പറഞ്ഞാലേ അവർക്ക് പ്രാർത്ഥനയ്ക്കൊരു കൊഴുപ്പുള്ളൂ. പക്ഷേ ഇന്നിവിടെ പറയുന്ന സദ്വർത്തമാനോ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന കർത്താവിൻ്റെ മക്കൾ ഇന്നുറപ്പോടുകൂടി അറിയണോ, പുത്രൻ ഒരുവനെ സ്വതന്ത്രനാക്കിയാൽ, ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തി ഒരുവനെ സ്വതന്ത്രനാക്കിയാൽ അവർ സാക്ഷാൽ സ്വതന്ത്രനത്രേ. ഇനി അവനെ ബന്ധിക്കുവാൻ ഈ ഉലകത്തിലെ ഒരു ശക്തിക്കും കഴിയുകയില്ല. ഹല്ലേലൂയ. മൂന്നാമതായി പറയുന്നു, ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമതായി ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മേൽ ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തി ഇറങ്ങി വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ഹല്ലേലൂയ. ആ കല്ലറയിൽ കർത്താവായ യേശു ക്രിസ്തുവിന് പുറത്തുപോൽ വരുവാൻ കഴിയാതെ വണ്ണം വാതിലുകൾ അടഞ്ഞു കിടന്നു. വാതിലുകൾ എന്ത് ചെയ്തു? അടഞ്ഞു കിടന്നു. ശത്രുക്കൾ വലിയ കല്ലുകൊണ്ട് ഉരുട്ടി വച്ച് ആ വാതിലിനെ എന്ത് ചെയ്തു? അടച്ചു കളഞ്ഞു. ഈ പുനരുദ്ധാനത്തിൻ്റെ ശക്തി നിന്റെ മേൽ വന്നാൽ, ഇതിൽ നിങ്ങൾ ഇന്ന് വിശ്വസിക്കുവാൻ തയ്യാറായാൽ അറിഞ്ഞുകൊള്ളുക, ശത്രു നിനക്ക് എങ്ങനെ നിന്നെ മുന്നോട്ട് പോകല്ലെന്ന് പറഞ്ഞുകൊണ്ട് നിനക്കെവിടെയെല്ലാം നിന്റെ വാതിലുകൾ അടച്ചാലോ, ഒന്നറിഞ്ഞുകൊള്ളുക, ഈ പുനരുദ്ധാനത്തിൻ്റെ ശക്തി നിനക്കെതിരായി അടഞ്ഞു കിടക്കുന്ന സകല വാതിലുകൾ അത് തുറക്കുവാനിടയായിത്തീരും. രാമൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തി ഇറങ്ങി വന്നാൽ പിന്നെ നിന്റെ മുമ്പിൽ ഒരു വാതിലുകളും അടഞ്ഞിരിക്കത്തില്ല. ഹല്ലേലൂയ. നിന്റെ മുൻപിൽ ഒരു വാതിലിനോ അടഞ്ഞിരിക്കുവാൻ കഴിയത്തില്ല. ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെ നീ വഹിക്കുന്നിടത്തോളം കാലം ഒരു ശത്രുവിനോ പിന്നെ നിന്റെ മുമ്പിൽ വാതിലടയ്ക്കുവാൻ കഴിയത്തില്ല. എന്താ ഇത്ര ധൈര്യം? അതുകൊണ്ട് ആ തിരുവചനം ഇങ്ങനെ പറയുന്നത്, ശത്രു നിന്റെ മുമ്പിൽ നിന്റെ വാതിലടയ്ക്കുവാൻ ഒരു വാതിലായിരിക്കും അടയ്ക്കുവാൻ വേണ്ടി വരുന്നത്. എങ്ങനെ? ഒരു വാതിലടയ്ക്കുവാനാണ് വരുന്നത്. പക്ഷെ ബൈബിൾ എന്താ പറയുന്നത്? ശത്രു ഒരു വഴിയായി വന്നാൽ അത് എത്ര വഴിയായി ചിതറും? പറയും പെട്ടെന്ന്. 7 വഴിയായി. നിന്റെ ഒരു വാതിലായിരിക്കാം അവൻ അടയ്ക്കുവാൻ വേണ്ടി വരുന്നത്. പക്ഷെ അവിടെ സംഭവിക്കുന്നത്, ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കുന്നത് കൊണ്ട് അവൻ ഒരു വഴിയായി വരും. പക്ഷേ ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കുന്നതിനാൽ അവൻ വന്നത് ഒരു വഴിയെങ്കിൽ അവൻ 7 വഴിയായി അവൻ ചിതറിപ്പോകും. എന്ന് വച്ചാൽ നിന്റെ മുമ്പിൽ ശത്രു ഒരു വാതിലടയ്ക്കുവാൻ പദ്ധതി ഒരുക്കിയാൽ എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി 7 വഴികൾ തുറന്നു തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാമൻ പറഞ്ഞാട്ടെ. ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തി പ്രാപിക്കുന്ന നിങ്ങൾ നിസ്സാരക്കാരല്ല. ഹല്ലേലൂയ. നിങ്ങൾ അസാധാരണ ഒരു മഹത്വത്തെ വഹിക്കുന്നു. നിങ്ങൾ അസാധാരണ വ്യക്തിത്വങ്ങളാണ്. ഹല്ലേലൂയ. ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കുന്നിടത്തോളം കാലം ഒരു ശത്രുവിനോ നിന്നെ തൊടുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അതിനു മുമ്പേ ഒരു കാര്യം കൂടി, ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തി ഇറങ്ങി വന്നാൽ സകല രോഗികളും സൗഖ്യമാകും. എത്ര പേർ ഇതിനകത്ത് വിശ്വസിക്കുന്നു? ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തി ഒരുവൻ്റെ മേൽ ഇറങ്ങി വന്നാൽ, നീ ഏത് മാറാരോഗിയാണെങ്കിലും, ഏത് മഹാവ്യാധി പിടിച്ച വ്യക്തിയാണെങ്കിലും, ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തി ഒരുവൻ്റെ മേൽ ഇറങ്ങി വന്നാൽ തൽക്ഷണം രോഗികൾ സൗഖ്യമാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു തന്നിൽ വിശ്വസിക്കുന്ന സകലർക്കും വേണ്ടി സകലരുടെയും രോഗത്തെ എന്ത് ചെയ്തു? അവൻ തൻ്റെ മേൽ വഹിച്ചു. ഹല്ലേലൂയ. വഹിച്ചുകൊണ്ടാണ് അവൻ എന്ത് ചെയ്ത്? ഗബതയിൽ 1 കുറയെ
39 അടി താൻ മേടിക്കുന്നത്. 1 കുറേ 40 അടി. അപ്പോൾ 39 അടി ഗബതയിൽ വാങ്ങുന്നത് നമ്മുടെ രോഗത്തെ വഹിക്കുവാൻ വേണ്ടിയാണ്. ഈ രോഗത്തെയും വഹിച്ചുകൊണ്ടാണ് യേശു എന്ത് ചെയ്തത്? കാൽവരി ക്രൂശിൽ കയറിയത്. തൻ്റെ മേൽ അതിനെ വഹിച്ചുകൊണ്ടാണ് കല്ലറയിൽ അടക്കപ്പെട്ടത്. നമ്മളും അങ്ങനെയല്ലേ? ഹല്ലേലൂയ. പലവിധമായ പ്രശ്നങ്ങളിൽ തകർന്നും നുറുങ്ങിയും മരണം മാത്രം കൺമുമ്പിൽ കണ്ട് ജീവിച്ച നമ്മുടെ ജീവിതത്തിൽ ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തി ഇറങ്ങിയത് കൊണ്ടല്ലേ പ്രിയരെ ഇത്രയും സന്തോഷത്തോടെ ഈ കർത്താവിനെ ഈ പട്ടണത്തിൽ ഉയർത്തുന്നത്? ഹല്ലേലൂയ. എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയുവാൻ കഴിയും, ഒരു കാലഘട്ടത്തിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായി നെയ്യാറ്റിൻകര ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയായി തകർക്കപ്പെട്ടവനായി കിടന്ന എൻ്റെ ജീവിതത്തിൽ, മരണം മാത്രം കൺമുമ്പിൽ കണ്ടുകിടന്ന എൻ്റെ ജീവിതത്തിൽ ഈ കർത്താവായ യേശു ക്രിസ്തു ഈ പുനരുദ്ധാനത്തിൻ്റെ ശക്തി ഇറങ്ങിയ ഒരൊറ്റ കാരണം കൊണ്ടാണ് പ്രിയരെ ഇന്നിവിടെ ജീവനോടുകൂടി നിൽക്കുന്നത്. ഹല്ലേലൂയ. എന്തുകൊണ്ടാ ഈ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെ പട്ടണങ്ങൾ ഉയർത്തേണ്ട ഞങ്ങളുടെ ധൈര്യമെന്ന് പറഞ്ഞാൽ ഇത് ആദ്യം നമ്മുടെ മേൽ വ്യാപരിച്ചോ. നമ്മുടെ മേൽ കിടന്ന മരണപാശങ്ങളെ ഈ പുനരുദ്ധാനത്തിൻ്റെ ശക്തി അഴിച്ചോ. ഞങ്ങളുടെ രോഗങ്ങളെ അവൻ വഹിച്ചോ. ഞങ്ങളുടെ മുൻപിൽ അടഞ്ഞു കിടന്ന വാതിലുകളെ തുറന്നു. ഞങ്ങളുടെ മേൽ കിടന്ന ബന്ധനങ്ങളെ അവൻ അഴിച്ചോ. ഹല്ലേലൂയ. ഈ കാലഘട്ടങ്ങളിൽ ഈ പുനരുദ്ധാനത്തിൻ്റെ ശക്തി ഞങ്ങളുടെ രോഗത്തെ സൗഖ്യമാക്കുക മാത്രമല്ല, ഇന്ന് ഞങ്ങൾ കരം വയ്ക്കുന്ന സകലരുടെ മേലും ഈ ശക്തി ഇന്ന് പകരപ്പെട്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഈ പുനരുദ്ധാനത്തിൻ്റെ ശക്തി എവിടെയെങ്കിലും പകർന്ന് അവിടെ ഒതുങ്ങിയിരിക്കുന്നതല്ല, വിശ്വസിക്കുന്നവൻ്റെ അകത്ത് നിന്ന് ഒഴുകുവാനിടയാകും. ഹല്ലേലൂയ. നീ വിശ്വസിക്കുവാൻ തയ്യാറായാൽ ഇത് നിന്നിൽ നിന്ന് അടുത്ത വ്യക്തികളിലേക്ക് ഇതൊഴുക. ഇത് ആദ്യം നിന്റെ മേൽ വന്ന് നിന്റെ മരണവാശങ്ങളെ അഴിച്ച് നിന്റെ രോഗത്തെ സൗഖ്യമാക്കി നിന്റെ ബന്ധനങ്ങളെ അഴിച്ച് നിന്റെ വാതിലുകളെ, നിനക്ക് മുമ്പിൽ അടയപ്പെട്ട സകല വാതിലുകളെ തുറന്നു തരിക മാത്രമല്ല, ഇതുപോലെ തകർക്കപ്പെട്ട് കിടക്കുന്നവരെ വിടുവിക്കേണ്ടതിന് നിന്നിൽ നിന്ന് ഈ ശക്തി ഒഴുകുവാനിടയായിത്തീരോ. അതുകൊണ്ട് ഇന്ന് പട്ടണങ്ങളിൽ ഞങ്ങൾ ശുശ്രൂഷിക്കുന്നിടത്ത് ഈ രോഗസൗഖ്യങ്ങൾ ഞങ്ങൾ കാണുന്നു. ഇന്നും ഇതിനകത്ത് ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ അറിഞ്ഞുകൊള്ളുക, ആരെങ്കിലും ഏത് രോഗമാകട്ടെ, നിന്നെ പിടിച്ചിരിക്കുന്ന ഏത് രോഗമാകട്ടെ, ഇന്ന് വിശ്വസിക്കുവാൻ തയ്യാറാണെങ്കിൽ ഇന്ന് ആ രോഗത്തിൻ്റെ നുകങ്ങൾ ഇന്നിതിനകത്ത് അഴിയോ. ഈ പുനരുദ്ധാനത്തിൻ്റെ ശക്തി വിശ്വസിക്കുന്ന നിങ്ങളെ സൗഖ്യമാക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ പുനരുദ്ധാനത്തിൻ്റെ ശക്തി സൗഖ്യമാക്കുക മാത്രമല്ല, ഹല്ലേലൂയ, എത്ര കൂട്ടം കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചു. ഒന്ന്, പുനരുദ്ധാനത്തിൻ്റെ ശക്തി നമ്മുടെ മേലിറങ്ങി വന്നാൽ ആദ്യം എന്ത് സംഭവിക്കും? പറയ്. മരണപാശങ്ങളെ അഴിക്കും. ഹല്ലേലൂയ. ഇന്നിവിടെ വന്നിട്ട് ഇത്രയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കാതെ പോകരുത്. ഒരാമയും പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഒന്ന്, മരണപാശങ്ങളെ അഴിക്കും. 2, നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കാം. 3, ശത്രു നമ്മുടെ മേൽ കെട്ടിയ സകല ബന്ധനങ്ങളും അഴിയും. 4, നമ്മുടെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന സകല വാതിലുകളോ സ്വതവേ അത് തുറന്നു പോകും. ഹല്ലേലൂയ. ഇതുകൊണ്ട് തീരുന്നില്ല. വാതിലുകൾ തുറക്കുമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിഞ്ഞുകൊള്ളുക, ഈ പറഞ്ഞ എല്ലാ സംഭവങ്ങളും, ഈ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയാൽ സംഭവിച്ച സകല സംഭവങ്ങളും, കാൽവരിയിൽ ആ കല്ലറയ്ക്കകത്ത് നടന്ന സകല സംഭവവും പിന്നത്തേതിൽ അപ്പോസ്തല പ്രവൃത്തികൾ മുടങ്ങി ഇങ്ങോട്ട് അത് തുടർമാനമായി വെളിപ്പെട്ടുകൊണ്ടേയിരുന്നു. ഇന്നും അത് വെളിപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ 1, മരണപാശം അഴിച്ചു. 2, രോഗം സൗഖ്യമാക്കി. 3, ബന്ധനത്തെ അഴിച്ചു. 4, വാതിലുകളെ തുറന്നു. 5, ഹല്ലേലൂയ, നിന്റെ മേൽ ശത്രു വച്ച സകല ആധിപത്യത്തിനും. ഹല്ലേലൂയ. ഈ പുനരുദ്ധാനത്തിൻ്റെ ശക്തി എന്തായത്? ആ കാലഘട്ടത്തിലെ
ഏറ്റവും വലിയ ഭരണകൂടമാണ് റോമൻ ഭരണകൂടം. ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തി ഇറങ്ങി വന്നപ്പോൾ, പുനരുത്ഥാനത്തിൻ്റെ ശക്തി ഇറങ്ങി വരുന്നതുവരെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മേൽ സകലർക്കും ഈ ലോകത്തിൻ്റെ ഭരണങ്ങൾക്കും അധികാരങ്ങൾക്കും അവകാശം വാദിച്ചു കൊണ്ടുനിന്നു. പക്ഷേ പുനരുത്ഥാനത്തിൻ്റെ ശക്തി അവൻ്റെ മേൽ ഇറങ്ങി വന്നപ്പോൾ ഈ ലോകത്തിൽ വ്യാപരിക്കുന്ന സകല അധികാരങ്ങളുടെയോ മുകളിൽ അവൻ ആകുവാനിടയായി തീർന്നു. എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർക്ക് മനസ്സിലാവുന്നു ഞാൻ പറഞ്ഞത്? ഹല്ലേലൂയ. 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നടന്നത് മാത്രമല്ല, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നതിനെയും കുറിച്ചാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ സംസാരിക്കുന്നത്. ഒരാമയും പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കഴിഞ്ഞ നാൾ വരെ നിന്റെ മേൽ ശത്രു ആധിപത്യം സ്ഥാപിച്ച് നിനക്ക് വിരോധമായി എന്ത് കൈയെഴുത്തുകൾ എഴുതി വച്ചിട്ടുണ്ടെങ്കിലോ, ശത്രു നിനക്ക് വിരോധമായി എന്തൊക്കെ അവകാശവാദങ്ങൾ ഉന്നയിച്ച് നിനക്ക് വിരോധമായി പദ്ധതികൾ മെനഞ്ഞൊരുക്കിയിട്ടുണ്ടെങ്കിലോ, ഇന്നതാ ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തി നിന്റെ മേൽ ഇറങ്ങി വന്നാൽ സംഭവിക്കുന്നത്, അവൻ നിന്നെ ഈ ലോകത്തിൻ്റെ സകല അധികാരങ്ങളുടെയും കീഴിൽ നിന്ന് നിന്നെ വിടുവിച്ച് സകലത്തിനും മുകളിൽ പിതാവായ ദൈവം പുത്രനെ ഇരുത്തിയിരിക്കുന്ന അതേ ഇടത്ത്, അതേ പുത്രന്റെ രാജ്യത്തിൽ ഇന്ന് നിന്നെയും ഇരുത്തുവാനിടയായിത്തീരും. വിശ്വസിക്കുന്ന ദൈവജനം ഒരാമയും പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഈ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെ ഞാൻ പ്രാപിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്തിയാട്ടെ. ഹല്ലേലൂയ. ഈ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെ നീ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന ഇനി ഒന്നുകൂടി എന്നെ ശ്രദ്ധിച്ചേ. ഈ പുനരുദ്ധാനത്തിൻ്റെ ശക്തി നിന്റെ മേൽ വന്നാൽ ഇനി നിങ്ങളുടെ സ്വയത്തിൽ നോക്കരുത്. ഹല്ലേലൂയ. ഇനി നിന്റെ സ്വയത്തിൽ നോക്കരുത്. ഈ പുനരുദ്ധാനത്തിൻ്റെ ശക്തി ഇറങ്ങി ഉണ്ടാകുന്ന ഒരേ ഒരു മാനദണ്ഡം എന്താണ്? എന്നെ ശ്രദ്ധിച്ച്. ഈ പുനരുദ്ധാനത്തിൻ്റെ ശക്തി ഒരുവൻ്റെ മേൽ ഇറങ്ങി വരണമെങ്കിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈ പുനരുദ്ധാനത്തിൻ്റെ ശക്തി ഒരുവൻ്റെ മേൽ ഇറങ്ങി വരണമെങ്കിൽ അതിന് ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം എന്താണ്? ഹല്ലേലൂയ. എല്ലാവരും കേൾക്കുന്നു എൻ്റെ ശബ്ദം? ഹല്ലേലൂയ. ആദ്യം എന്ത് ചെയ്യണം? നമ്മുടെ പഴയ മനുഷ്യനെ ആദ്യം ചെയ്യേണ്ടത് മരണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം. ഒരാമയും പറഞ്ഞാട്ടെ. ഒന്ന്, മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം. രണ്ടെന്ത് ചെയ്യണം? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വെള്ളത്തിൽ എന്ത് ചെയ്യണം? ഈ പഴയ മനുഷ്യനെ കുഴിച്ചിടണം. ഈ രണ്ട് പ്രവൃത്തിയും ചെയ്താൽ മാത്രമേ ഈ പുനരുദ്ധാനത്തിൻ്റെ ശക്തി നിൻ്റെ മേൽ ഇറങ്ങി വരികയുള്ളൂ. രാമയും പറഞ്ഞാട്ടെ. അങ്ങനെ നിൻ്റെ പഴയ മനുഷ്യൻ മരിച്ചു. ആ മനുഷ്യനെ അടക്കി വെള്ളത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ പഴയ മനുഷ്യനെ അടക്കിയെന്ന് വിശ്വസിക്കുന്നവർ ആ കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുത്ത്. അങ്ങനെ നിങ്ങളുടെ പഴയ മനുഷ്യനെ കുഴിച്ചിട്ടു, മരിച്ചു, അതിനെ അടക്കിക്കഴിഞ്ഞു എങ്കിൽ ഇനി നിങ്ങളുടെ ജീവിതത്തിലെ മുന്നോട്ടുള്ള യാത്രയിൽ ഇനി നീ എന്ത് ചെയ്യരുത്? നിന്റെ പഴയ മനുഷ്യനിലോട്ട് തിരിഞ്ഞ് നോക്കരുത്. അതോടെ നിന്റെ പഴയ ചിന്തകളെ അങ്ങ് വിടണം. ജഡീകമായ ചിന്തകൾ അവിടെ വെച്ച് ഫുൾ സ്റ്റോപ്പ് ഇടണം. ഇനി നീ എന്താ ചെയ്യണ്ടേ? നീ ഇനി ഇരിക്കുന്ന ഇടമായ മരണവാസങ്ങളെ അഴിച്ച് നിന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സകല അധികാരങ്ങൾക്കും മുകളിലായ ദൈവത്തിൻ്റെ രാജ്യത്തിൽ നിന്നെ ഇരുത്തിയിരിക്കുമ്പോൾ ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടത് ആ ഉയരത്തിലുള്ളത് ചിന്തിക്കുക. രാമൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇതൊന്നും ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വെറുതെ കൊണ്ടുവന്ന് പറയുന്നതൊന്നുമല്ല. ഇതെല്ലാം തിരുവചനത്തിൽ നിന്നോ അവർ സംസാരിക്കുന്നത്. രാമൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇനിയൊന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്? ഈ താഴ്ചയുള്ള ശരീരത്തിലുള്ള പഴയ മനുഷ്യരിലുള്ള ഒന്നും ചിന്തിക്കരുത്. ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടത് ഉയരത്തിലുള്ളത് ചിന്തിക്കുക. ഒരാമയും പറഞ്ഞാട്ടെ.
ഹല്ലേലൂയ. ഇനി ആരെങ്കിലും നിങ്ങളെ നോക്കിയിട്ട് നിന്റെ മേൽ ബന്ധനം കിടക്കുന്നു, പോരാട്ടം കിടക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ ഹല്ലേലൂയ, നിങ്ങളത് വിശ്വസിക്കരുത്. നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വീണ്ടും ജനനം പ്രാപിച്ച ഒരു വ്യക്തിയാണെങ്കിൽ ഹല്ലേലൂയ, നമുക്കൊരു വചനം കൂടി വായിക്കാം. 1 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങളൊന്ന് പെട്ടെന്നൊന്ന് വായിച്ചാട്ടെ. ഹല്ലേലൂയ. അവിടെ എന്താ പറയുന്നേ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്താൽ ഹല്ലേലൂയ. അടുത്താണ് നമ്മോട് വാഗ്ദത്തം ചെയ്യുന്ന കുറേ വാഗ്ദത്തങ്ങൾ കിടപ്പുണ്ട്. ഇതെല്ലാം നമുക്ക് ലഭിക്കുന്നതിന് ഒരേ ഒരു കർത്താവായ യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ആ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയാലാണ് ഇനി നാം വായിക്കുന്നതെല്ലാം നമുക്ക് സ്വന്തമായി ലഭിക്കുന്നത്. രാമൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അവിടെ എന്താ പറയുന്നത്? ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്താൽ തൻ്റെ കരുണാധിക്യപ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാനൊരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന. രാമൻ പറഞ്ഞാട്ടെ. അപ്പോൾ ഈ പുനരുത്ഥാനത്തിൻ്റെ ശക്തി ഒരുവൻ്റെ മേൽ ഇറങ്ങി വന്നു അവൻ വീണ്ടും ജനനം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അവനെ കാക്കുന്നൊരു ശക്തി അവനോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അതാകുന്നു ഉയരത്തിൽ നിന്നുള്ള ദൈവശക്തി. ഒരാമയും പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇനി പുനരുദ്ധാനത്തിൻ്റെ ശക്തി പ്രാപിച്ച നിങ്ങൾ ഇനി എന്ത് ചെയ്യരുത്? സാഹചര്യങ്ങളുടെ മുമ്പിൽ പതറിപ്പോകരുത്. ആ കരങ്ങൾ ചേർത്തടിച്ച് കർത്താവിന് മഹത്വം കൊടുത്ത് ഒരു നിമിഷം എന്നെ ശ്രദ്ധിച്ച്. ഒരു ക്രിസ്ത്യാനിയായിട്ട് എങ്ങനെയെങ്കിലും ജീവിക്കാമെന്ന് ആരും ആഗ്രഹിക്കരുത്. രാമൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ക്രിസ്ത്യാനിയായിട്ട് വായ് തുറന്ന് അതരം തുറന്ന് വായിൽ തോന്നുന്നതൊന്നും എന്ത് ചെയ്യരുത് പറയരുത്. ബൈബിൾ അതുകൊണ്ടാണ് പഠിപ്പിക്കും. നിന്റെ നാവിന് എന്ത് ചെയ്യണം? കടിഞ്ഞാണിട്ട് സൂക്ഷിക്കണം. നല്ലൊരു ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ നീ ആരെന്നുള്ള ബോധ്യം നിനക്ക് വേണം. നിന്നെ ദൈവം എന്താക്കി വച്ചിരിക്കുന്നു എന്നൊരു ബോധ്യം വേണം. 2, ആ അതോറിറ്റിയിൽ നിന്ന് വേണം നിങ്ങൾ സംസാരിക്കുവാൻ. ഹല്ലേലൂയ. കണ്ണിൽ കാണുന്നതിനെ വിളിച്ചു പറയുന്നതല്ല ഒരു ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ. നല്ലൊരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് നിന്റെ ജീവിതത്തിൽ കാണുവാൻ ആഗ്രഹിക്കുന്നതിനെ വായ് തുറന്ന് പറയണം. ഹല്ലേലൂയ. ഒരുപക്ഷെ നിന്റെ മുമ്പിൽ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിരിക്കാം. പക്ഷേ ആ പ്രതികൂലമായ സാഹചര്യത്തിലും നീ കാണുവാൻ ആഗ്രഹിക്കുന്നതിന് അനുകൂലമായ കാര്യങ്ങളെ നീ കാണുവാൻ ആഗ്രഹിക്കുന്നതിന് അവിടെ വിളിച്ചു പറയുന്നതാണ് ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ശുശ്രൂഷയിൽ എല്ലാവരോടും പറയാറുണ്ട്, ഹല്ലേലൂയ, ജീവിച്ചാൽ എങ്ങനെ ജീവിക്കണം? നല്ല തന്തയ്ക്ക് ജനിച്ചവനായിട്ട്. ഹല്ലേലൂയ. രാമൻ പറഞ്ഞാട്ടെ. നമ്മുടെ തന്തയ്ക്ക് പിറന്നവരായിരിക്കണം. ഹല്ലേലൂയ. ഇത് ഈ ലോകപരമായിട്ടുള്ള കാര്യമല്ല പറഞ്ഞേ, ആത്മീയ അപ്പൻ്റെ കാര്യമാണ് പറഞ്ഞത്. രാമൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആ നമ്മുടെ പിതാവിൻ്റെ സ്വഭാവം എന്താ? നമ്മുടെ അപ്പൻ്റെ സ്വഭാവം എന്താ? ഉൽപ്പത്തിയിൽ പഠിച്ചാൽ നമുക്കറിയാം. ഭൂമിയിലോട്ട് നമ്മുടെ പിതാവായ ദൈവം ഇറങ്ങി വരുമ്പോൾ ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. എന്നാൽ നമ്മുടെ പിതാവ് അവിടെ നോക്കിയിട്ട് പാഴും ശൂന്യവുമല്ല വിളിച്ചു പറഞ്ഞത്. പിതാവായ ദൈവം താൻ എന്തവിടെ കാണുവാൻ ആഗ്രഹിച്ചോ, താൻ എന്ത് കാണണമെന്ന് തൻ്റെ ഹൃദയത്തിൽ നിരൂപിച്ചോ, അതിനെ വായ് തുറന്ന് അവിടെ പറയുവാനിടയായി. അതുപോലെ വെളിപ്പെട്ടു വന്നുവെങ്കിൽ അതേ പുനരുദ്ധാനത്തിൻ്റെ ആത്മാവിനെ പ്രാപിക്കുന്ന നിങ്ങളുടെ അതരം തുറന്ന് എന്ത് നിങ്ങളുടെ നാവ് കൊണ്ട് പറയുമോ അത് നിങ്ങൾ കാണുവാനിടയായിത്തീരും. രാമൻ പറഞ്ഞാട്ടെ.
ഹല്ലേലൂയ. ഈ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയാൽ വീണ്ടും ജനനം പ്രാപിച്ച നിങ്ങൾ അനാഥരല്ല. നിങ്ങളെ എപ്പോഴും സദാസമയവും എപ്പോഴും കാക്കുന്ന ഒരു ശക്തി നിന്നോടൊപ്പം ഉണ്ട് എന്ന് ഈ സമയം അറിഞ്ഞുകൊള്ളുക. ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ സംരക്ഷിക്കുമെന്ന് നമ്മൾക്ക് നനയ്ക്കുന്ന പലരും ഒരു പക്ഷേ ചില സാഹചര്യങ്ങളിൽ അവർ നമ്മെ കണ്ടിട്ട് കാണാതെയും അല്ലെങ്കിൽ അവർ കണ്ണടയ്ക്കുന്നതും അവർ മാറിപ്പോകുന്നതുമായ നിമിഷങ്ങൾ ജീവിതത്തിൽ വെളിപ്പെട്ടെന്ന് വരാം. പക്ഷേ ഒരുവൻ കർത്താവായ യേശു ക്രിസ്തുവിൽ വീണ്ടും ജനനം പ്രാപിച്ചാൽ ഈ ലോകത്തിൽ നിന്നെ സഹായിക്കുവാൻ ആരുമില്ല എങ്കിലോ ഇതാ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, കർത്താവായ യേശു ക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം തൻ്റെ മരണത്തിന് വേണ്ടി ഏൽപ്പിച്ച് താൻ കാൽവരിയിൽ തന്നെ തകർത്ത് ഇതാ കല്ലറയിൽ അടക്കപ്പെട്ടപ്പോൾ അവിടെ സംഭവിച്ചത് ആ സമൂഹത്തിൽ അന്ന് വരെ യേശുവിൻ്റെ കൂടെയുണ്ടായിരുന്ന മരണത്തോളം ഞാൻ നിന്നെ ഒരു നാളും വിട്ടുപോകത്തില്ല എന്ന് പ്രഖ്യാപിച്ച പത്രോസ് പോലും തന്നെ വിട്ടുമാറുവാനിടയായി. എല്ലാവരും ആ മരണത്തിൽ തന്നെ വിട്ടുമാറിയപ്പോൾ അവിടെയും തന്നെ വിട്ടുകൊടുക്കാതെ ആ കല്ലറയിലേക്ക് ഇറങ്ങി വന്ന ഒരേ ഒരു ശക്തിയാണ് നാം വിശ്വസിക്കുന്ന നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ ഈ പുനരുദ്ധാനത്തിൻ്റെ ശക്തി. ഈ ശക്തി നമ്മെ എവിടെയോ അനാഥനായി വിടുകയില്ല. എവിടെയും നമ്മെ ഒരിടത്തും നമ്മളെ തകർന്നു പോകുവാൻ ഈ വിട്ടുകൊടുക്കത്തില്ല. എവിടെയെങ്കിലും നമ്മൾ തളർന്നു പോയാൽ അവനൊരു ശക്തിയായി, അവനൊരു പുതുശക്തിയായി നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വരുവാനിടയായിത്തീരോ. പ്രിയരെ, ഇന്ന് ആ ശക്തിയെ പ്രാപിച്ചിരിക്കുന്ന ദൈവജനം ഒരു കാര്യം കൂടി അറിഞ്ഞുകൊള്ളണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതും കൂടി നമ്മൾ ചിന്തിച്ച് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. പിതാവായ ദൈവം ഹല്ലേലൂയ നമ്മുടെ മരണപാശങ്ങളെ അഴിക്കുവാൻ ആ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയാൽ നമ്മുടെ മരണപാശങ്ങളെ അഴിച്ചു. നിങ്ങളുടെ ഇരിപ്പ് കണ്ടാൽ ഇപ്പോഴും ഏതൊക്കെയോ സൈഡിൽ അതൊക്കെ കിടക്കും പോലെയാണ് തോന്നുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക, സന്തോഷത്തോടു കൂടി ഇരിക്കുക. എന്തെന്നാൽ നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നത് പുനരുദ്ധാനത്തിൻ്റെ ശക്തിയാണ്. ഹല്ലേലൂയ. മരണപാശങ്ങളെ അഴിച്ച, മരണപാശങ്ങളെ അഴിക്കുവാൻ ശക്തിയുള്ള ഈ പുനരുദ്ധാനത്തിൻ്റെ ശക്തി നിന്റെ മരണത്തെ അഴിക്കുക മാത്രമല്ല, നീ അനേകരുടെ മരണപാശങ്ങളെ അഴിക്കുവാനിടയായിത്തീരും. ഹല്ലേലൂയ. അങ്ങനെ ഒരു ശക്തിയാ നമ്മിൽ വ്യാപരിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ പുനരുദ്ധാനത്തിൻ്റെ ശക്തി നമ്മുടെ മേലിറങ്ങി വന്ന് നമ്മുടെ മരണപാശങ്ങളെ അഴിച്ച്, നമ്മുടെ രോഗങ്ങളെ ചുമന്ന്, ഹല്ലേലൂയ, നമ്മുടെ ബന്ധനങ്ങളെ അഴിച്ച് നമുക്ക് വിശാലവും സബലവുമായ വാതിലുകളെ തുറന്നു തന്ന്, ഹല്ലേലൂയ, നമ്മളെ ഇന്നലെ വരെ നമ്മോട് പോരാടിയ സകല അധികാരങ്ങൾക്കും മുകളിൽ ഇന്ന് പുത്രൻ്റെ രാജ്യത്തിൽ നമ്മെ ആക്കി വച്ചിരിക്കുന്നത് എന്തിനാണെന്ന് അറിഞ്ഞുകൊള്ളുക. ഹല്ലേലൂയ. ഇങ്ങനെ നമ്മെ ആക്കി വച്ചിരിക്കുന്നത് പ്രിയ ദൈവജനമേ ഒരേ ഒരു കാര്യം, പുത്രനായ യേശു ക്രിസ്തു അവനെക്കുറിച്ചുള്ള പ്രവചന പുസ്തകം ഇങ്ങനെ പറയുന്നു, അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരങ്ങളിലേക്ക് കയറി. ഒരാമയും പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇത്രയും സമയം ഒന്ന് ഈ പുനരുദ്ധാനത്തിൻ്റെ ശക്തി നിന്റെ മേൽ വരുവാൻ നീ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, നീ നിന്റെ പഴയ മനുഷ്യനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക. രണ്ട്, അവനെ എന്ത് ചെയ്യുക? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അതിനെ കുഴിച്ചിടുക. അങ്ങനെ കുഴിച്ചിടുമ്പോൾ ഈ പുനരുദ്ധാനത്തിൻ്റെ ശക്തി നിന്റെ മേൽ വരും. നീ ചെയ്യേണ്ട പ്രവൃത്തി ഒന്നേ ഒന്ന്, നിന്റെ പഴയ മനുഷ്യനെ മരണത്തിന് ഏൽപ്പിക്കുകയും അതിനെ കുഴിച്ചിടുകയും ചെയ്യുക. ഇത്രയും മാത്രം നീ ചെയ്തു കഴിഞ്ഞാൽ ഈ പുനരുദ്ധാനത്തിൻ്റെ ശക്തി നിന്റെ മേൽ വരും. ഈ ശക്തി നിന്റെ മേൽ വന്നാൽ നമ്മൾ പറഞ്ഞ 5 കാര്യങ്ങൾ അതുപോലെ സംഭവിക്കോ. മരണപാശങ്ങൾ, നിന്റെ മരണപാശങ്ങളെ അഴിച്ചു തരും. അതെന്തിനെന്നാണ് നമ്മൾ അവസാനം ചിന്തിക്കുന്നത്? നിന്റെ മേൽ കിടക്കുന്ന മരണപാശങ്ങളെ അഴിക്കോ. നിന്റെ മേൽ കിടക്കുന്ന സകല രോഗങ്ങളെയോ എടുത്തു കളയോ. നിന്റെ മേൽ കിടക്കുന്ന ബന്ധനങ്ങളെ അത് അഴിച്ചു കളയോ. നിനക്ക് മുൻപിൽ സബലവും വിശാലവുമായ വാതിലുകളെ തുറന്നു തരോ. 5, നിന്നെ സകല അധികാരത്തിനു മുകളിൽ ഒരു അധികാരിയാക്കി നിന്നെ ഇരുത്തോ. എന്തിനാ? ഹല്ലേലൂയ.
ഒരേ ഒരു കാര്യം, ഹല്ലേലൂയ, ഇന്നും മരണത്തോട് മല്ലടിച്ച് ഈ ലോകത്തിൽ പാപത്തിനും മരണത്തിനും ബന്ധനസ്ഥരായി കിടക്കുന്ന ജനലക്ഷങ്ങളെ, അവരുടെ കെട്ടുകളെ അഴിച്ച് വിടുവിക്കേണ്ടതിനത്രേ ഈ പിതാവായ ദൈവം നിന്നെ സ്വതന്ത്രനാക്കി വിടുവിച്ച് രക്ഷിച്ച് ഇത്രമാത്രം അനുഗ്രഹിച്ച് സകല സ്വർഗീയ ആത്മീക ഭൗതിക അനുഗ്രഹത്താലോ നമ്മെ അനുഗ്രഹിച്ച് വച്ചിരിക്കുന്നതിന് ഒരേ ഒരു കാര്യം, സുവിശേഷം അറിയിക്കുക. ഈ സദ്വർത്തമാനം അവസാനത്തോളം അറിയിക്കുക. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ഈ വെളിപ്പാട് കിട്ടിയ ഒരു മനുഷ്യനുണ്ടായിരുന്നു, ദാവീദ്. ദാവീദ് പറഞ്ഞൊരു പദമുണ്ട്, യഹോവയായ ദൈവം, പിതാവായ ദൈവം എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കോ ഞാൻ അവന് എന്തു പകരം കൊടുക്കാം. ഇന്നതിനകത്തിരിക്കുന്ന പ്രിയ ദൈവജനമേ, ഈ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയാൽ ഈ ദൈവം നിന്നെ വിടുവിച്ച് അനുഗ്രഹിച്ച് മഹത്വപ്പെടുത്തിയിരിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കാമോ, നമുക്കവനായി എന്തു പകരം കൊടുക്കുവാൻ കഴിയും? ഹല്ലേലൂയ. എന്തു പകരം കൊടുക്കുവാൻ കഴിയും? പഴയ നിയമത്തിൽ വെളിപ്പാട് കിട്ടിയ ആ ഭക്തൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഞാൻ എന്നെ രക്ഷിച്ച രക്ഷയുടെ പാനപാത്രത്തെ ഞാൻ ഉയർത്തും. രാമൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഈ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെ പ്രാപിച്ചു എന്ന് പറയുന്നവർ ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഇനി നിന്റെ ഉത്തരവാദിത്വം, നീ മടക്കി കൊടുക്കേണ്ട ഒരു കാര്യം, ഹല്ലേലൂയ, ഈ രക്ഷയുടെ പാനപാത്രത്തെ ഉയർത്തുക. എന്താ? നമ്മെ രക്ഷിച്ച രക്ഷയുടെ പാനപാത്രം ആരാകുന്നു? എന്താകുന്നു ആ നാമം? ഒന്ന് വിളിക്കുവാൻ കഴിയുന്നവർ ശബ്ദമുയർത്തി ഒരിക്കൽ കൂടി, യേശുവേ. ഹല്ലേലൂയ. നമ്മെ രക്ഷിച്ച രക്ഷയുടെ പാനപാത്രത്തെ പട്ടണങ്ങളിൽ ഉയർത്തുക. ഒരൊറ്റ കാര്യം, നമ്മൾ ബന്ധനസ്ഥരായി കിടന്നതുപോലെ ഇന്നും ബന്ധനസ്ഥരായി കിടക്കുന്നവർ വിടുവിക്കപ്പെടണം. ഈ സുവിശേഷ യോഗത്തിൻ്റെ ആവശ്യകത എന്താണ്? ഇന്നും ബന്ധനസ്ഥരായി കിടക്കുന്നവർ നമ്മുടെ പട്ടണത്തിൽ, നമ്മുടെ ശബ്ദപരിധിയിൽ അനേകരുണ്ട്. അവർ വിടുവിക്കപ്പെടണം. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയരെ, ഈ നാമം, ഈ പുനരുദ്ധാനത്തിൻ്റെ ശക്തി നമ്മെ വിടുവിക്കുവാൻ ഇടയായതിൻ്റെ ഒരൊറ്റ ലക്ഷ്യം, ഈ പട്ടണത്തിൽ തകർന്നു കിടക്കുന്ന ബന്ധനസ്ഥരെ വിടുവിക്കുക. എത്ര പേർക്ക് സമർപ്പിക്കുവാൻ കഴിയും? കർത്താവേ, എന്നെ രക്ഷിച്ച രക്ഷയുടെ പാനപാത്രത്തെ ഞാൻ ഉയർത്താം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഹല്ലേലൂയ, ഇതൊരു സാധാരണ മനുഷ്യന് പറയുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. സാധാരണ മനുഷ്യന് പറയുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് കർത്താവ് പോകുന്നതിന് മുമ്പേ ഇങ്ങനെ പറഞ്ഞു, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോയിട്ട് ഞാനൊരു കാര്യസ്ഥനെ നിങ്ങളെ അടുക്കൽ അയക്കും. ഹല്ലേലൂയ. അവൻ നിങ്ങളെ അടുക്കൽ വന്ന് എന്ത് ചെയ്യും? സകല സത്യത്തിലും വഴി നടത്തും. അത് കഴിഞ്ഞ് ഹല്ലേലൂയ വീണ്ടും അപ്പോസ്തല പ്രവൃത്തി 1:8 ഇങ്ങനെ പറയുന്നു, എന്നാൽ ഈ കാര്യസ്ഥൻ, ആ കാര്യസ്ഥൻ ആരാ? പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് എന്താ? അത് പുനരുദ്ധാനത്തിൻ്റെ ശക്തിയാ. ഈ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയായ പരിശുദ്ധാത്മാവ് ഒരുവൻ്റെ മേൽ ഇറങ്ങി വന്നാൽ അവന് ശക്തി ലഭിക്കും. രാമ്യം പറഞ്ഞാട്ടെ, എത്ര ശക്തി ക്ഷയിച്ച് ഹല്ലേലൂയ കല്ലറയിൽ ഒതുക്കപ്പെട്ടവനാണെങ്കിലോ ഈ പരിശുദ്ധാത്മാവ് പുനരുദ്ധാനത്തിൻ്റെ ശക്തി നിൻ്റെ മേൽ ഇറങ്ങി വന്നാൽ ഹല്ലേലൂയ നിന്നെ ഈ പറഞ്ഞ 5 കൂട്ടങ്ങളിൽ നിന്ന് വിടുവിച്ച് നിന്നെ ഒരു ശക്തിയുള്ളവനാക്കി നിർത്തുവാനിടയായിത്തീരും. ഹല്ലേലൂയ. ശക്തനാക്കുക മാത്രമല്ല, നിന്നെ ഒരു പട്ടണത്തിൽ അല്ലെങ്കിൽ ഒരു ബൗണ്ടറിക്കകത്ത് മാത്രമായിരിക്കാം ശത്രു തകർത്ത് നിന്നെ നാറ്റം വവിക്കുമാറ് നിനക്ക് വിരോധമായി ദൂഷണങ്ങളാലോ വാക്കുകളാലും തകർത്ത് വച്ചിരിക്കുന്നത്. എന്നാൽ ഈ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു, ഈ പുനരുദ്ധാനത്തിൻ്റെ ശക്തി നിന്റെ മേൽ ഇറങ്ങി വന്നാൽ ഈ ശക്തിയുടെ പ്രത്യേകത ഹല്ലേലൂയ, നിന്റെ പട്ടണത്തിൽ അവൻ നിന്നെ ദൈവത്തിൻ്റെ ഒരു സാക്ഷിയാക്കി മാറ്റോ. ഹല്ലേലൂയ. എന്ത് സാക്ഷി? ഏത് തകർന്നവനെയോ പണിയുവാൻ കഴിയുന്ന ഒരു പുനരുദ്ധാനത്തിൻ്റെ ശക്തി ഉണ്ട് എന്നൊരു സാക്ഷ്യം. ഹല്ലേലൂയ. ഹല്ലേലൂയ.
തീർന്നില്ല. നിന്നെ അനേകം പട്ടണങ്ങളിൽ, നിന്റെ പട്ടണത്തിലോ വീണ്ടും അടുത്ത് കേൾക്കുന്ന സാക്ഷ്യം, ഇവന്റെ മേൽ വ്യാപരിച്ച ഈ പുനരുദ്ധാനത്തിന്റെ ശക്തി ഇവനെ ശക്തനാക്കുക മാത്രമല്ല, ഇവൻ രാജ്യങ്ങൾ താണ്ടി തകർന്നു കിടക്കുന്നവരെ വിടുവിക്കുവാൻ മാത്രം ഇവനെ ശക്തിയുള്ളവനാക്കി ഈ പുനരുദ്ധാനത്തിന്റെ ശക്തി മാറ്റിക്കഴിഞ്ഞു. രാമൻ പറഞ്ഞാട്ടെ, ഈ പുനരുദ്ധാനത്തിൻ്റെ ശക്തി വന്നാൽ പിന്നെ നിനക്ക് അടങ്ങിയിരിക്കുവാൻ കഴിയത്തില്ല. നീ നിന്റെ പട്ടണത്തിൽ മാത്രം ഒതുങ്ങത്തില്ല, നിന്റെ രാജ്യത്ത് നീ മാത്രം ഒതുങ്ങത്തില്ല. നീ ഭൂമിയുടെ അറ്റത്തോളം ഈ പുനരുദ്ധാനത്തിൻ്റെ സാക്ഷി ആയിത്തീരോ. എത്ര പേർ വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നവർ ഒരു നിമിഷം ഇരിക്കുന്ന ഇരിപ്പിടങ്ങൾ വിട്ട് ഒന്ന് എഴുന്നേറ്റാട്ടെ. നമ്മൾ ഒരുമിച്ച് ആരാധിക്കുവാൻ പോകുക. ഈ പുനരുദ്ധാനത്തിൻ്റെ ശക്തി ഇന്നിതിനകത്ത് മരണവാശങ്ങളെ അഴിക്കോ. പുനരുദ്ധാനത്തിൻ്റെ ശക്തി രോഗികളെ സൗഖ്യമാക്കാം. ഈ പുനരുദ്ധാനത്തിൻ്റെ ശക്തി ചില ബന്ധനങ്ങളെ അഴിക്കാം. വിശ്വസിക്കുന്നവർ അല്പസമയം ആ ദൈവത്തിൻ്റെ ആത്മാവിനോട് ഒന്ന് പ്രതികരിച്ചു തുടങ്ങിയാട്ടെ, ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. വിശ്വസിക്കുന്നവർ ആ കർത്താവിനോട് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ. ആത്മാവിനോട് പ്രതികരിക്കുവാൻ കഴിയുന്നവർ അല്പസമയം ആ കരങ്ങൾ ചലിപ്പിച്ച് ആ ദൈവത്തിൻ്റെ ആത്മാവിനോട് ഒന്ന് പ്രതികരിച്ചു തുടങ്ങിയോ.